ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളോട് സുഖമായിരിക്കുകയാണ്. പിന്നെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്ക് ബേബി വാക്കർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏത് പ്രായം മുതൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കുഞ്ഞുങ്ങൾ വലുതാവുമ്പോൾ അവരുടെ ഓരോ സ്റ്റേജിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. ഓരോരോ ഇപ്പോൾ വണ്ടികൾ, ഇപ്പോൾ അവർക്ക് കളിക്കാനുള്ള ടോയ്സ്, അങ്ങനെ അതിൽ പെടുന്ന ഒരു സംഭവമാണ് വാക്കർ. അതുപോലെ തന്നെ കുഞ്ഞ് സ്കൂട്ടർ, അങ്ങനെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒന്ന് ഓടാറായി കഴിഞ്ഞാൽ അതുമേ അങ്ങനെയൊക്കെ. അപ്പോൾ അതിൽ മസ്റ്റായിട്ട് മേടിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ വാക്കർ. ഒരു 6-7 മാസം ആകുമ്പോൾ തന്നെ എല്ലാവരും വാക്കർ മേടിക്കാൻ ഓടിത്തുടങ്ങും. പല രാജ്യങ്ങളിലും വാക്കർ നിരോധിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കർ കാരണം പല അപകടങ്ങളും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നു. കൂടാതെ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റിൽ ഡിലേ വരുന്നു എന്നതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പറഞ്ഞു കേട്ടിട്ടുണ്ടാവും കുഞ്ഞുങ്ങൾ ഏത് നേരം വീഴുവാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ പണികളെടുക്കാനും പറ്റുന്നില്ല. എപ്പോഴും കുഞ്ഞിൻ്റെ അടുത്തൊക്കെ ഇരിക്കാൻ പറ്റുമോ, ഇപ്പോൾ വാക്കർ മേടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാക്കറിലെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല സുഖമാണ്, ഇപ്പോൾ അവിടെ ഇരുത്തിയിട്ട് നമുക്ക് എന്ത് പണിയും ചെയ്യാം അങ്ങനെയൊക്കെ. പക്ഷേ ശുദ്ധ മണ്ടത്തരാണ് കേട്ടോ. വാക്കറിൻ്റെ മാനുവലിൽ തന്നെ എഴുതിയിട്ടുണ്ട് വാക്കറിൽ കുഞ്ഞുങ്ങളെ ഇരുത്തുമ്പോൾ എപ്പോഴും ഒരാൾ കൂടെ വേണം എന്നുള്ളത്. കാര്യം കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഒന്ന് ചാടാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നല്ല വെയിറ്റും ഹൈറ്റും ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ചിലപ്പോൾ വാക്കർ തന്നെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ പലരുടെയും വിചാരം വാക്കറിൽ ഇരുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കും എന്നാണ്. കാര്യം എപ്പോഴും ഈ നടക്കാൻ തുടങ്ങി നമ്മൾ കൈവിട്ടിട്ടൊക്കെ ആകുമ്പോൾ അതിനേക്കാളും സേഫാണല്ലോ അങ്ങനെ. പക്ഷേ ഒരിക്കലും ഇല്ല കേട്ടോ. അതിലാക്കുമ്പോൾ സ്പീഡ് കൂടുതലല്ല ചെയ്യുക. നമ്മൾ ഒന്ന് നടന്ന് തുടങ്ങുന്ന ആൾക്കാർ, അതായത് കോൺഫിഡൻ്റ് നടക്കുന്നുണ്ട്, ഇടയ്ക്ക് വീഴുക അങ്ങനെയൊക്കെ ആണെങ്കിൽ വാക്കറിലെടുത്താൽ അപ്പോൾ കുറച്ചൊന്ന് സെറ്റാവും. അതല്ലാതെ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ടില്ല, അപ്പോഴേക്കും നടക്കാൻ പഠിച്ചോട്ടെ, നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് വാക്കർ മേടിച്ചു കൊടുക്കുന്നത് ശുദ്ധ മണ്ടത്തരാണ്. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ വാക്കറിലിരുത്തുമ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായി ബ്രെയിൻ വളരുന്ന സമയം, അതുപോലെ തന്നെ അവരുടെ എല്ലാ ഡെവലപ്മെൻറ്റും നടക്കുന്ന പ്രായമാണ് 2 വയസ്സ് വരെ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അത്രയും നല്ലൊരു പ്രായത്ത് ഫുൾ ടൈം കുറേ നേരമൊക്കെ വാക്കറിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പല ജോലികളും നടക്കുമല്ലോ അങ്ങനെയൊക്കെ. അപ്പോൾ ഒത്തിരി നേരമൊക്കെ ഇരിക്കുമ്പോൾ അവരുടെ അത്രയും ടൈമാണ് പോകുന്നത്. ശരിക്കും കുഞ്ഞുങ്ങൾ താഴെ ഇരുന്ന് നിരങ്ങി നീന്താണെങ്കിൽ നീന്തി അങ്ങനെ ഇങ്ങനെയൊക്കെ വീണിട്ടൊക്കെ തന്നെ വളരും. നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ വളർന്നത്. അപ്പോഴാണ് അവർക്ക് ആ വീഴ്ചയിൽ നിന്ന് എണീക്കാനും ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ സ്വന്തം അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഈ വാക്കറിൽ ഫുൾ ടൈം ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതും പിടിച്ച് വലിക്കാൻ പറ്റും, അങ്ങനെ വീഴും അങ്ങനെയൊക്കെ നടക്കുമെന്നല്ലാതെ വേറൊന്നും അത് വെച്ച് പറ്റില്ല. കുറച്ച് നേരമൊക്കെ അവർക്കൊരു ജസ്റ്റ് ഒന്ന് ഇതിന് ഇരുത്താം എന്നല്ലാതെ അങ്ങനെ ഒരിക്കലും ഇരുത്തരുത്. കാര്യം നമ്മൾ ഈ കളർഫുൾ വാക്കറൊക്കെ ആകുമ്പോൾ അവർ കാണുമ്പോൾ തന്നെ അടിപൊളി, അപ്പോൾ കയറി ഇരുത്തും. അപ്പോൾ അവർ ചിലപ്പോൾ കുറച്ച് നേരം അതിലത്തെ മണികളും ലൈറ്റും പാട്ടും ഒക്കെ വെച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഇരിക്കും. പക്ഷെ അവരുടെ ഏറ്റവും നല്ല സമയമാണ് അത് വെച്ചിട്ട് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഫുൾ ടൈം ഇരുത്താതിരിക്കുകയാണ് ഏറ്റവും നല്ലൊരു കാര്യം. പിന്നെ എൻ്റെ മൂത്ത മോളായിരുന്ന സമയത്ത് ഞാൻ വാക്കർ യൂസ് ചെയ്തിരുന്നു. ഞാൻ ഒരു 10 മാസമൊക്കെ ആയിരുന്നപ്പോൾ തന്നെ അവൾ നടന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ മത്സരവും അവൾക്ക് കിട്ടിയിട്ടോ. കമന്ന് കിടക്കലായിക്കോട്ടെ, പിന്നെ നീന്തി നടക്കലുണ്ടായിരുന്നില്ല. അത് പക്ഷേ എന്താ പറയുക, നമ്മൾ ട്രൈ ചെയ്യിപ്പിച്ചിരുന്നു ഓരോ സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്ത്. പക്ഷെ ആൾ അപ്പോഴേക്കും ഇരുന്ന് തുടങ്ങി. നമ്മൾ കുറുക്കൊക്കെ കൊടുക്കാൻ കെടുത്തുമ്പോൾ തന്നെ ആൾ ചാടി കയറിയിരിക്കും. പിന്നെ കെടുത്തി കൊടുക്കലുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഫാസ്റ്റ് ആയിരുന്നു. അതിന് ശേഷം ഞാൻ ഇവിടെ വന്ന സമയത്ത് ഈ വീഴലും അങ്ങനെയൊക്കെ കൂടി ആ സമയത്ത് നമ്മൾ വാക്കർ മേടിച്ചു. അതൊരു 11-11.5 മാസം ഒക്കെ ആയിരുന്ന സമയത്താണ്. അത് പറഞ്ഞ പോലെ ഒരു 20 ദിവസത്തോളമാണ് ആകെ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷേ യൂസ് ചെയ്ത് അത്യാവശ്യം നടന്ന് ഇതായിട്ടുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇരുന്ന് കുറച്ച് ദിവസം ആകുമ്പോഴേക്കും ഭയങ്കര സ്പീഡായി. പിന്നെ ആ ഒരു സ്ക്വയർ മാത്രമേ ഉള്ളൂ, നമുക്കൊരു കട്ടിളപ്പടി കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് കിടക്കാൻ. അപ്പോൾ കുറേ അങ്ങോട്ട് പോവില്ല, എന്നാൽ പോലും അവർക്ക് നിർത്താൻ അറിയാത്തത് കൊണ്ട് തന്നെ കുറേ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് ഇടിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചെറിയൊരു ഇതാണെങ്കിൽ കുഴപ്പമില്ല. കുട്ടി വെയിറ്റ് വെക്കും തോറും ആ ഒരു കാര്യം മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ വാക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഞ്ഞിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. കുഞ്ഞിന് വെയിറ്റ് വയ്ക്കുമ്പോൾ കുഞ്ഞാണ് ശരിക്കും വാക്കറിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അവർക്ക് അറിയില്ല എവിടെയാണ് നിർത്തേണ്ടതെന്നുള്ളത്. അങ്ങനെയാണ് വാക്കർ നിർത്തിയത്. നമ്മൾ യൂസ്
തന്നെ അവോയ്ഡ് ചെയ്തു. പക്ഷേ അപ്പോഴേക്കും എല്ലാം നടത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു. മോൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ അവൻ ജസ്റ്റ് ഒന്ന് പിടിച്ച് നിൽക്കാൻ തുടങ്ങി. അപ്പോൾ വാക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു ഇങ്ങനെ കയ്യൊക്കെ കൊടുത്ത് മോൻ ഇങ്ങനെ പതുക്കെ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയൊരു വാക്കർ ഉണ്ടെങ്കിൽ നല്ലതാണ്, കുഞ്ഞിന് കാല് അങ്ങനെ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി കാലിൻ്റെ മസിൽസിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു വാക്കർ മേടിച്ചു. പക്ഷേ 8-9 മാസത്തിന് ശേഷം മാത്രമേ നമ്മൾ വാക്കർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എത്രയും വൈകി യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. നമ്മൾ കാര്യം അവർക്ക് നടക്കാനൊന്ന് ട്രൈ ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ആയതിന് ശേഷമാണ് വാക്കർ യൂസ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ അവർ നടക്കാൻ ഒട്ടും ട്രൈ ചെയ്യില്ല. പിന്നെ നമ്മൾ വാക്കർ ഉണ്ട് എന്ന് വെച്ചിട്ട് ഏത് നേരം വാക്കറിൽ ഇരുത്തരുത്. അപ്പോൾ അവരുടെ ബുദ്ധിയൊക്കെ വർക്ക് ചെയ്യൽ കുറയും. കാര്യം നമ്മൾ ഇരുന്നിട്ടോ അല്ലെങ്കിൽ നിരങ്ങിയിട്ടോ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരെന്തെങ്കിലും ഒരു കണ്ണ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിക്കാൻ പോകും ഇല്ലേ. അത് ശരിക്കും അവരുടെ ബുദ്ധി വളർച്ചയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും അത് നശിപ്പിച്ചു, ഇത് കേടാക്കി വെച്ചു അങ്ങനെയൊക്കെ. പക്ഷേ നമ്മളൊരിക്കലും അങ്ങനെ കരുതരുത്. അവർക്കപ്പോൾ അതിൻ്റെതായ കാൽക്കുലേഷൻ ഉണ്ടാവും. പെട്ടെന്ന് കിട്ടും, അമ്മ കാണാതെ അത് എടുക്കണം, അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. വാക്കറിലിരിക്കുമ്പോൾ അത് കിട്ടില്ല. അതൊക്കെയാണ് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യൽ കുറയും. അതുകൊണ്ടൊക്കെയാണ് മറ്റു പല രാജ്യങ്ങളിലും വാക്കറൊക്കെ നിരോധിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് വാക്കർ യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആക്ടിവിറ്റി വാക്കർ കിട്ടും കേട്ടോ. പക്ഷേ ഏത് വാക്കറാണെങ്കിലും നല്ലതുപോലെ നടന്നു തുടങ്ങിയതിന് ശേഷം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം നമ്മൾ വാക്കർ യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം കാലിൻ്റെ ആ ഒരു തള്ളവിരൽ വെച്ചിട്ടാണ് അവർ ജസ്റ്റ് ഒന്ന് തള്ള് കൊടുക്കുന്നേ ഉള്ളൂ, അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫുള്ളായിട്ട് കാല് ഉറച്ച് വെക്കുക, പിച്ച വെച്ച് ആ ഒരു സ്റ്റേജില്ല അതൊന്ന് വിട്ടതിന് ശേഷം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. മാത്രമല്ല നമ്മുടെ കൺമുന്നിൽ വെച്ച് മാത്രം കൊടുക്കുക. പിന്നെ ഒരു 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെ, അതിന് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് കൊടുക്കരുത്. കാര്യം അവർക്ക് ചിലപ്പോൾ കളറും മണിയടിയും ഒക്കെ കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടും, പക്ഷെ അത് കുഞ്ഞിന് വളരെ ദോഷമാണ്. പിന്നെ ഈ ഒരു സമയം കുഞ്ഞുങ്ങളുടെ അത്രയും നല്ല കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ചെറിയ ശ്രദ്ധ കൊണ്ട് ഒരിക്കലും കുഞ്ഞുങ്ങൾക്കൊരു ദോഷം വരാതിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മളൊരിക്കലും അവർക്ക് ഇതൊന്നും കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോകരുത്. നമ്മൾ പലപ്പോഴും കണ്ടോ ആ പണിയുണ്ട് ഈ പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒന്ന് കൊടുത്ത് സൈഡാക്കിയിട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അവരെപ്പോഴാണോ ഉറങ്ങുന്നത് അല്ലെങ്കിൽ അവരെ നോക്കാൻ മറ്റാരെങ്കിലും ഉണ്ടോ ആ സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം. അതല്ലാത്ത സമയത്തൊക്കെ നമ്മൾ കുഞ്ഞിൻ്റെ ഒപ്പം ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വാക്കർ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇപ്പോൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ മേടിക്കാം, ആർക്കും അവരവരുടെ ഇഷ്ടം പോലെ. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഡോക്ടർ പറഞ്ഞിട്ടാണ് മേടിച്ചത്. പിന്നെ ഈ പറഞ്ഞ പോലെ ആക്ടിവിറ്റി വാക്കറാണെങ്കിൽ അങ്ങനത്തെ ആയാലും മതി. പക്ഷേ ആക്ടിവിറ്റി വാക്കറാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യണം. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെയും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.